സംസാരിക്കാം. ഓ കാശിൻ്റെ കേസല്ലേ, കടം മേടിക്കാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ട്? വെക്ക് ഒരു അത്യാവശ്യം. അമ്മോ നല്ല കോസ്റ്റ്യൂം കേട്ടോ. എന്തോ അമ്മൂൻ്റെ കണ്ണ് ഒരു പാർവതിയുടെ കണ്ണാവല്ലേ, നല്ലൊരു വട്ടപ്പട്ടം കൂടെ ആവായിരുന്നു. എന്താണെന്നറിയില്ല, അമ്മൂനെ കണ്ടപ്പോൾ മുൻ ജന്മത്തിൽ എന്തോ ഒരു ഫീലിങ്സ് പോലെ. എന്തെനിക്കറിയില്ല, പക്ഷെ എന്തോ ഒരു അടുപ്പം തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എന്നോട് ചോദിച്ചാൽ മതിയാ, എന്നോട് മാത്രം ചോദിച്ചാൽ മതി. ബാക്കിയുള്ളവരൊന്നും അത്ര റെഡിയല്ല, അതാണ് ഞാൻ പറയണത്. ചേട്ടൻ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചില്ല, ആലോചനയൊക്കെ വരുന്നുണ്ട്. മനസ്സിലിഷ്ടപ്പെട്ട ഇതേപോലെ ഒരു പെണ്ണിനെ കിട്ടണ്ടേ, കഴിക്കണം. ഇപ്പം കല്യാണമൊക്കെ കഴിച്ച് ജീവിതമാവണ്ടേ. പിന്നെ എന്തെങ്കിലും കുട്ടിയെ കല്യാണം കഴിച്ചാലല്ലോ. ഒരു പക്ഷെ ദൈവം ആയിരിക്കും ഈ ഒരു സംഗമത്തിന് വഴിയൊരുക്കുന്നത്. എന്തിവിടെ കാതര? ഇവിടെ എന്ത് ഡയലോഗ് പറഞ്ഞു കൊടുക്കണ്ടേ? എന്ത് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നു? കുട്ടിക്ക് അഭിനയിക്കാനുള്ള കുട്ടിക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ മൂത്ത മോക്ക് സുഖം പറഞ്ഞ് നിന്റെ ഇളയച്ചൻ അവിടെ വന്ന് നിൽക്കുന്നു, നിന്നെ കാണണം എന്ന് പറഞ്ഞു. ചെല്ലങ്ങോട്ട്. കെട്ടിക്കളായ 3 പെമ്മക്കളെ ഇതിനുള്ളത്. എടാ നിന്റെ മൂത്ത കൊച്ചിന് കരപ്പനാന്നും പറഞ്ഞോണ്ട് ഇളച്ചു വന്ന് നിൽക്കുന്നു. ചെല്ലടാ. കല്യാണം കഴിക്കണമെന്നല്ലോ കുട്ടികളുണ്ടാവാൻ. ഉത്തരവാദിത്വം ഇല്ല. ചെല്ലു. ഈ അച്ഛനൊക്കെ ഇവിടെ വന്ന് കയറേണ്ട കാര്യം. ഈ കുട്ടികൾക്കൊക്കെ കരപ്പം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാതാപിതാക്കൾക്ക്. സുഖമാണ്. ഡയലോഗൊക്കെ പഠിച്ചു. അസുഖം ആർക്കാന്ന് എനിക്ക് മനസ്സിലായി. എന്ത്? കരപ്പനല്ല, കുഷ്ഠം. നിന്റെ മനസ്സിന്റെ കുഷ്ഠം. മനസ്സിന്റെ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ റേഡിയാട്രിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് പോയിരിക്കരുത്, സംസാരിക്കരുത്. കേട്ടല്ല? ഡയറക്ടറെ കണ്ട് പഠിച്ചു പോയി. ലാസ്റ്റ് ബാനിങ്ങാണ്. അച്ചൂസ് പറ, നീ സുന്ദരി അല്ലെന്ന് ആരാ പറഞ്ഞേ? അച്ചു അച്ചു എടുത്ത് ഇവിടെ ഇരിക്കും. അച്ചു ഇവിടെ ഇരിക്കും. കാതര എണീക്ക്, നീ എണീക്ക്, നീ എണീക്ക്. അച്ചു ഇവിടെ ഇരിക്കും. അച്ചു ഇവിടെ ഇരിക്കും. പട്ടിയോട്ട് പുല്ല് തിന്നത്ത് തീറ്റിക്കുന്നു പറയുന്നത് ഇതാ. കഴിഞ്ഞു. അയ്യോ നിങ്ങൾ കുത്തിരുന്ന് കസാര കളിക്കുക? എന്താ നീ കളിക്കുന്നത്? അവനും കൂടെ കളിക്കുക. അവനും കൂടി കസ ഉണ്ടോ? ഒരുമിച്ച് കളിക്കുക. എന്റെ വീട്ടുകാരും വിളിച്ചോട്ട് കസാര കളിക്കുക. ഇവിടെ മേക്കപ്പ് മാൻ ഇല്ല, അങ്ങക്ക് അറിയോ? അയാൾ പോയി. എപ്പോ തിരിച്ചു വരും? അയ്യോ അയാൾ തിരിച്ചു വരാൻ പോയതല്ല, പിന്നെ അയാൾ നിങ്ങളെ വെറുപ്പിക്കാൻ സഹിക്കാണ്ട് ഇട്ടെറിഞ്ഞ് പോയി ഇവിടുന്ന്. ഇട്ട് പോയെന്നാ? ഇവനൊക്കെ ഒരു ആത്മാർത്ഥ ഇല്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഇട്ടിട്ടങ്ങ് പോവാണ്. ജോലിയുടെ ആത്മാർത്ഥമാണ് അല്ലേ മുള്ളു? ശരിയാ. ഈ ചങ്ങാന്റെ വെറുപ്പിക്കൽ കാരണം അയാള് പോയത്. അനാവശ്യം അന്റെ കയ്യാൻ പൊട്ടിക്കുന്ന എനിക്കറിയോ? ഈ മേക്കപ്പ് മാനെ വിളിച്ചു കണ്ടു ഓൻ പറയും ഇവന് ചായ കൊണ്ടാ, ഓന് വെള്ളം കൊണ്ടാർക്ക്, ഓന് തൊപ്പി വരെ എടുത്തു കൊടുക്കാൻ പറഞ്ഞ ചങ്ങയോട്. കാര്യം ചെയ്യും, നാളെ തൊട്ട് നീ വാ, നീ എടുത്തതായിരിക്കും. ഇക്കണക്കിനാണ് പ്രൊഡ്യൂസറെ വിളിച്ച് പറയല്ലോ ചായ എടുത്തരാ. ഞാൻ ഡയറക്ടറാണ്, ഞാൻ പലരോടും പറയും. ഈ സെറ്റ് വർക്ക് ചെയ്താൽ മതി അങ്ങനെയുള്ളവര്. ഞാനൊരു കാര്യം പറയാം, നീ ഓരോരുത്തർക്കും ഓരോ ജോലി അവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ എല്ലാം നിന്റെ അടിമയല്ല, ജന്മയുടെ. എന്ത് എന്റെ കൂടെ നോക്കി നിൽക്കുന്നത് നിന്നാ മതി കേട്ടാ. എന്നെ പഠിപ്പിക്കാൻ പറ്റണം. എന്തെങ്കിലും ഉണ്ട് ഇതെടുത്തെങ്കിൽ വെക്കും. ഈ നിനക്ക് എന്റെ കാഴ്ച ഞാൻ വെക്കുന്നു. എന്താ വഴിയൊന്നും ആലോചിക്കും. നമ്മളെ നല്ലേക്കാണല്ലോ. എന്ത് ചെയ്യും? എന്താ വഴിയെന്ന് പറ. എന്ത് ചെയ്യും? ഷൂട്ട് അങ്ങനെ ചെയ്യും. അതിന് മാത്രം ഒരു 20 മണിക്കൂർ ഫോൺ 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 വിളി കാരണമാണ് ഇവിടെ ഒന്നും. ഹലോ, ആള് വരുന്നല്ലോ, വലിയ ഉപകാരം. ആരുടെ? നമ്മളെ ഗുരുവാ. ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്. ഓലെ വിളിച്ചു വരുത്തല്ല, സ്വന്തക്കാരൊക്കെ വിളിച്ചു വരുത്ത്. നീ എടോ നല്ലൊരു മേക്കപ്പ് മാൻ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കണം നിങ്ങൾക്ക് വേണ്ടിട്ട്. പറഞ്ഞു കൊടുക്കുന്നു. അതെ, നിനക്ക് നാരങ്ങ വെള്ളം കൊണ്ടുവരാനും നിനക്ക് ബിസ്ക്കറ്റ് കൊണ്ടുവരാനും നിന്നെ വീട്ടിലേക്കുള്ള കാര്യം മേടിക്കാനൊന്നും അല്ല വരുന്നത്, മേക്കപ്പ് ചെയ്യാനാണ്. ബാക്കിയുള്ള കാര്യം നോക്കി അയാൾ പെട്ടെന്ന് കൂടെ എത്തും.